ജോമോൻ ചക്കാലയ്ക്കൽ ഇവിടെ ഇപ്പോൾ 7,000-ൽ നിന്നും 21,000 ആക്കി ഒറ്റയടിക്ക് ഓണറേറിയം ഉയർത്തണം എന്നുള്ളതാണ് സമരം ചെയ്യുന്ന ആശമാരുടെ ആവശ്യം. ഏതെങ്കിലും ഒരു സർക്കാരിന് ഇങ്ങനെ ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നതിന്റെ 3 ഇരട്ടി തുക ദ്രുതഗതിയിൽ അങ്ങനെ നടപ്പിലാക്കുക, അങ്ങനെ കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമാണ് എന്ന് തോന്നുന്നുണ്ടോ? അസിത, ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ആദ്യം ഒരു കാര്യം പറയട്ടെ. ഈ സമരം എങ്ങനെയാ തുടങ്ങുന്നത് അസിത? നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയമാണെന്നൊക്കെ ബഹുമാന്യ അരുൺകുമാറോട് പറയുകയുണ്ട്. ഈ സമരം എങ്ങനെയാ തുടങ്ങുന്നത്? ഈ സമരം തുടങ്ങുന്നത് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ മിനിമം വേതനമായി 7,000-ഉം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ഇൻസെന്റീവ് അടക്കമുള്ളത് ഇവർക്ക് 3-4 മാസം കിട്ടാതെയായി കേരള സർക്കാർ വകമാറ്റി ചെലവഴിച്ചതിന്റെ അനന്തര ഫലമായിട്ടാണ് ഈ സമരം തുടങ്ങുന്നത്. സമരം തുടങ്ങിയതിനു ശേഷം സമരസമിതി പലവിധമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഈ സമരം തുടങ്ങുന്നത് ആദ്യമേ 3-4 മാസം ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന മിനിമം ഈ 232 രൂപ എന്നുള്ള ഈ മിനിമം വേതനം പോലും കൊടുക്കാൻ കഴിയാതെ ഇവർ സമരം തുടങ്ങി. എന്നിട്ട് എന്താ ഉണ്ടായേ? സമരം മുറുകുന്നു എന്ന് കണ്ടപ്പോൾ ഈ സർക്കാർ പിടിച്ചു വെച്ച് വകമാറ്റി ചെലവഴിച്ച ഈ സർക്കാർ തന്നെ അത് കൊടുക്കാതിരിക്കാൻ രക്ഷയില്ല എന്ന് കണ്ടപ്പോ അത് വേഗം റിലീസ് ചെയ്യുന്നു. പക്ഷേ ഈ വകമാറ്റി ചെലവഴിക്കാൻ 2023-24 കേന്ദ്രത്തിൽ നിന്ന് നല്ല ഫണ്ടും കിട്ടിയിരുന്നോ ജോമോൻ ഈ NHM ഇനത്തിൽ? അല്ല, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടണമെങ്കിൽ 2023-24 കാലയളവിലെ കണക്ക് കൃത്യമായി കൊടുക്കാത്തതിന്റെ പ്രശ്നമാ. അത് കഴിഞ്ഞുള്ള കാലയളവിലെ കണക്ക് വന്നല്ലോ, അതിൽ പൈസ കിട്ടിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അരുൺകുമാർ പറഞ്ഞല്ലോ അവിടെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന്. ഒരു രാജ്യത്തിന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ പാർലമെന്റിനകത്ത് നുണ പറഞ്ഞു എന്ന് അരുൺകുമാറെ അത് കൈരളിയുടെ പ്രേക്ഷകരോട് പറഞ്ഞാൽ അത് എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അതെല്ലാം തെറ്റാണ് അരുൺകുമാറെ. ഇത്തരത്തിലുള്ള വാദഗതികൾ കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി നമ്മൾ പല ചാനലുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുത്തി പോകാം. ഇപ്പോൾ അരുൺ പറഞ്ഞതിൽ 2023-24 സാമ്പത്തിക വർഷം കിട്ടാനുള്ള തുകയിൽ അത് കിട്ടിയിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പാർലമെന്റിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവകാശ ലംഘന നോട്ടീസ്. അല്ല, പറയൂ, എന്താണ് അതിൽ തെറ്റെന്ന് പറയൂ. കൃത്യമായി അല്ല, ഞാൻ പറഞ്ഞു നോക്കുക, അവിടെ എത്ര കൃത്യമായിട്ട് ആരോഗ്യ സഹമന്ത്രി ആദ്യം കഴിഞ്ഞ ബജറ്റ് കാലയളവിൽ തന്നെ നിങ്ങളുടെ തന്നെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഭാഗമായ MK പ്രേമചന്ദ്രൻ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് അവിടെ കണക്ക് കൊടുത്തു. എന്നിട്ട് ആ മാസം തന്നെ 12-ാം തീയതി 120 കോടിയോളം രൂപ വീണ്ടും ഈ NHM-ന്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് അയച്ചു. NHM-ന് വരുന്നത് മുഴുവൻ ആശാ വർക്കേഴ്സിനല്ല കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥിത നമ്മൾ ന്യായീകരിക്കുന്നതിന് ഒരു പരിധി വരെ അതൊരു പ്രസ്താവനയാണല്ലോ. ഒരു കടവുമില്ല എന്ന് പറയുമ്പോൾ കടവുണ്ടോ? ഞാൻ വരും, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരും, ഞാൻ വരും. അരുൺ, 2023-24 ഒരു കുടിശ്ശികയും ഇല്ല എന്നുള്ള JP നദ്ദയുടെ വാദം അത് ആവർത്തിക്കുന്നു ജോമോൻ. കണക്കുകൾ ഒരുപാട് തവണ ഞാൻ തന്നെ പറഞ്ഞതാണ്, പറഞ്ഞു മടുത്തു. പറഞ്ഞോളൂ അരുൺ. അതായത് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 826.02 കോടിയാണ് കിട്ടാനുണ്ടായിരുന്നത്. അതിൽ കൈൻഡ് ഗ്രാൻഡ് ആയിട്ട് 189.15 കോടി രൂപ തന്നു. ബാക്കി 636.8 കോടി രൂപയാണ് തരാനുള്ളത്. അത് കൃത്യമായി ഇൻസെന്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 കോടി രൂപ. പറഞ്ഞോളൂ അരുൺ, പറഞ്ഞോളൂ. അല്ല, ഇൻസെന്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 കോടി രൂപ. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയപ്പോൾ പിറ്റേ ദിവസം തന്നെ അവിടെ ആ ചോദ്യം ഉന്നയിച്ച MP സന്തോഷ് കുമാർ അവിടെ കൃത്യമായി തന്നെ അവകാശ ലംഘന നോട്ടീസ് കൊടുത്തു. കൃത്യമായി അതിന്റെ പ്രൊസീഡിങ്സ് നടക്കുകയാണ്. ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. ഈ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് കേന്ദ്രത്തിന്റെ ഒരു സ്ഥിരം രീതിയാണ്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായതിന്റെ പിറ്റേ ദിവസം 10 ദിവസം മുമ്പ് ഉരുൾപൊട്ടൽ റെഡ് അലർട്ട് നിർദ്ദേശം കൊടുത്തു എന്ന് തെറ്റിദ്ധരിപ്പിച്ചതല്ലേ? അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യത്തിന്റെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞു ചൂരൽമലയിലും മുണ്ടക്കൈയിലും മുഴുവൻ കയ്യേറ്റക്കാരാണ്, അവിടെ മുഴുവൻ പാറമടകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അവിടെ. ഇതൊക്കെ എത്രയോ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രധാനമന്ത്രി അടക്കം ഇവിടെ വന്നിട്ട് നടത്തിയ പ്രസ്താവന ഇതൊക്കെ ഉണ്ട്. കേരളം എന്ന് കേൾക്കുമ്പോൾ പൊതുസമൂഹമാണ്. അവകാശ ലംഘന നോട്ടീസ് അവിടെ പെൻഡിംഗ് ആണ്. അല്ലല്ല, അവകാശ ലംഘന നോട്ടീസ് പാർലമെന്റിൽ പെൻഡിംഗ് ആണ്. അവകാശ ലംഘന നോട്ടീസ് എന്തായാലും ഉണ്ട്. ശരി അരുൺ, ഞാൻ ജോമോന്റെ സമയം എടുത്തിട്ടാണ് അരുണിലേക്ക് വന്നത്. അതിലൊരു വ്യക്തത വരുത്താൻ വീണ്ടും ഞാൻ ജോമോനിലേക്ക് പോകുന്നു. ജോമോൻ, അവകാശ ലംഘന നോട്ടീസ് ആർക്കും കൊടുത്തുകൂടെ? അത് അവിടെ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ ചോദിക്കട്ടെ. 2023-24 സാമ്പത്തിക വർഷം ഈ ഇനത്തിൽ 100 കോടിയിലധികം കുടിശ്ശിക കിട്ടാനുണ്ട് എന്നുള്ളത് കേരള ആരോഗ്യമന്ത്രി സഭയിൽ വെച്ച കണക്കുകൾ പ്രകാരം അത് ടേബിൾ ചെയ്തിട്ടുണ്ട്. ആ വിവരങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ
അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ അവകാശ ലംഘന നോട്ടീസ് തന്നെ വരുന്നത്. ഇനി അതൊക്കെ പോട്ടെ, എന്റെ ചോദ്യം അതായിരുന്നില്ല. ജോമോൻ പറഞ്ഞു ഇവർക്ക് കിട്ടാനുള്ള തുകയുടെ പെൻഡിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് പോയത്. ശരി, ആ ഘട്ടത്തിൽ കേന്ദ്രം കൊടുത്തിട്ടായാലും കേന്ദ്രം കൊടുക്കാതെയാണ് ആ പെൻഡിംഗ് വരുന്നത്. പക്ഷേ എന്ന് കരുതി കേരളം ആ തുക മുഴുവൻ കൊടുത്തു തീർത്തിട്ടുണ്ട്. ഒരൊറ്റ കാര്യം പറയട്ടെ, ഈ 4 മാസം ഇവർ സമരം ചെയ്തപ്പോ, ഈ സമരത്തിന് റിലീസ് ചെയ്തപ്പോ കേന്ദ്രം കൊടുത്ത ഫണ്ട് കൂടെയാണ് റിലീസ് ചെയ്തത് 4 മാസത്തെ. ഈ 4 മാസം റിലീസ് ചെയ്യുമ്പോൾ കേന്ദ്രത്തിന് ഇൻസെന്റീവ് കൂടെ ഒറ്റ ദിവസം കൊണ്ട് കേന്ദ്രം കൊടുത്തിട്ടാണോ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് കേന്ദ്രം അയച്ചു കൊടുത്തതാണോ? അല്ല അസിത, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. പ്രേക്ഷകരെയാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതിൽ വ്യക്തത വരുത്താൻ പറ്റുന്ന ആൾ നമ്മളോടൊപ്പം തന്നെ പാനലിലുണ്ട്. അതിൽ ഏറ്റവും വലിയ വ്യക്തത വരുത്താൻ പറ്റുന്ന ആൾ നമ്മളോടൊപ്പം പാനലിലുണ്ട്. ഞാൻ പ്രേമയിലേക്ക് വരും. പ്രേമ അതൊന്ന് നോട്ട് ചെയ്യണം, ഞാൻ വരും. പക്ഷേ എന്റെ ചോദ്യം ഞാൻ വീണ്ടും ജോമോനോട് ആവർത്തിക്കുന്നു. ജോമോൻ, അതിന് നമുക്ക് ഉത്തരം തേടാം. ജോമോൻ, അതല്ലല്ലോ എന്റെ ചോദ്യം. ഏതെങ്കിലും ഒരു സർക്കാരിന്, കേന്ദ്രത്തിനായിക്കോട്ടെ സംസ്ഥാന സർക്കാരിനായിക്കോട്ടെ, ഈ നിലയിൽ ഒറ്റയടിക്ക് 3 ഇരട്ടി വർധനവ് വേണം എന്ന് ആവശ്യപ്പെട്ടാൽ കൊടുക്കൽ പ്രായോഗികമാണോ അല്ലയോ? അല്ലല്ല, അതിനുത്തരണ്ട് സിത. ഞാൻ ചോദിക്കട്ടെ, 5 വർഷം മുമ്പ് കേരളത്തിലെ ജനങ്ങളെ വാഗ്ദാനം കൊടുത്ത് വോട്ട് വാങ്ങുമ്പോ ഇതൊന്നും ഈ സർക്കാർ ചിന്തിച്ചില്ലേ? 700 രൂപ അംഗനവാടി ജീവനക്കാർക്കും 700 രൂപ ആശാ വർക്കർമാർക്കും കൊടുക്കുമെന്ന് തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായി തെരഞ്ഞെടുപ്പ് പത്രിക അടിച്ച് നിങ്ങൾ ഇവിടെ പറഞ്ഞതാണ്. ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? തെരഞ്ഞെടുപ്പ് പത്രികയിൽ കൃത്യമായി നിങ്ങൾ പറഞ്ഞു. ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? പ്രകടന പത്രികയിൽ ഏതാണ്? ആശാ വർക്കർമാർ, നിങ്ങളുടെ പ്രകടന പത്രിക ഏതാണ്? നിങ്ങൾ പറഞ്ഞതാണ് അരുൺകുമാറെ. നിങ്ങൾ കഴിഞ്ഞ ഇതേ 2 ദിവസമായിട്ട് പൊതുസമൂഹത്തിലുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് പൊതുസമൂഹത്തിലുണ്ട്. ഇനിയും നുണ പ്രചരിപ്പിക്കല്ലേ? ഈ അംഗൻവാടി ടീച്ചർമാർക്കും അതുപോലെ തന്നെ ആശാ വർക്കർമാർക്കും ദിവസേന 700 രൂപ വെച്ച് ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവരുടെ എല്ലാം വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന നിങ്ങൾ 4 വർഷം തീരാൻ പോകുകയാ. പണമില്ലെന്ന് പറഞ്ഞ നിങ്ങൾ 4 വർഷത്തെ ആഘോഷത്തിന് കോടികൾ മാറ്റിവെക്കുന്നു. ജോമോൻ, ആ പ്രകടന പത്രികയിലെ 2 പോയിന്റ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് തൊഴിലാളികൾക്ക് 700 രൂപ മിനിമം കൂലി കൊടുക്കും, അത് കൊടുത്തേ പറ്റൂ. അതിലെ 2ാമത്തെ പോയിന്റ് ആണ് അംഗനവാടി ആശാ വർക്കർമാർക്ക് മുൻകാലങ്ങളിൽ കൂട്ടിയതുപോലെ അവർക്ക് ആ നിലയിലുള്ള വർധനവ് വരുത്തുമെന്നുള്ളത്. ഇവിടെ ചില ആളുകൾ സൗകര്യപൂർവ്വം അവ 2 പോയിന്റും കൂടി ചേർത്ത് വെച്ച് ഇതാ ആശാ വർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും 700 രൂപയാക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയെന്ന് പറയുന്നു. ശരി, ഞാൻ ചോദിക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ സമരത്തിന്റെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന 7000 അല്ലെങ്കിൽ 232 രൂപ വെച്ച് അത് കൊടുക്കാൻ കഴിയാതെയാണല്ലോ ഈ സമരം തുടങ്ങിയത്. ശരി, അതിപ്പോൾ കൊടുത്തല്ലോ ജോമോൻ. തുടങ്ങാൻ കാരണക്കാരാരാ? അങ്ങനെയാണെങ്കിൽ സമരം തുടങ്ങാനുള്ള കാരണം പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ സമരം ചെയ്യണ്ടേ? അല്ലല്ലോ, അവരുടെ 232 രൂപയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടോ? ഞാനൊരു പരിഹാരം പറയട്ടെ. ഇപ്പോൾ താങ്കൾ പറയുന്ന തരത്തിൽ ഈ ആശാ വർക്കർമാർ, ജോമോൻ ഒരു മിനിറ്റ് എന്നെ ഒന്ന് കേൾക്കുമോ? ഇപ്പോൾ ശരിയാണ്, താങ്കൾ പറയുന്ന തരത്തിൽ ആശാ വർക്കർമാർ ഇങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യുന്നവരാണ്, വീടുകൾ തോറും കയറി ഇറങ്ങുന്നവരാണ്, അവർക്ക് ഈ തുകയ്ക്ക് ജീവിക്കാനും സാധിക്കില്ല. അപ്പോൾ അവർ പറയുന്നു ദിവസവേതനം 700 ആക്കണം, അതായത് മാസം 21,000 രൂപ. അതാക്കില്ല എന്ന് ഈ സർക്കാർ പറയുന്നു എന്നുള്ളതാണല്ലോ നിങ്ങളുടെയൊക്കെ ആക്ഷേപം. അങ്ങനെ ആക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് ജോമോൻ. ഇവരെയൊക്കെ അങ്ങ് തൊഴിലാളികളായി നിങ്ങൾ പ്രഖ്യാപിച്ചാൽ മതി. ഈ തൊഴിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പ്രഖ്യാപിച്ചാൽ, തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ ഇവരെ കൊണ്ടുവന്നാൽ സംസ്ഥാന സർക്കാരിന് കൊടുത്തേ തീരൂ. ഇവർ തൊഴിലാളികളായി ഇവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുമോ? അപ്പോൾ കേന്ദ്രം അങ്ങനെ സംസ്ഥാനത്തിന്റെ ഒരു പണി കൊടുക്കട്ടെ, അതുകൂടി ആകാമല്ലോ, ചെയ്യുമോ? ഉത്തരമുണ്ട് അസിത. ഈ ചർച്ചയുടെ തുടക്കത്തിൽ അരുൺകുമാർ ഒരു കാര്യം ഇവിടെ വളരെ വളരെ നല്ല പ്രാസമൊപ്പിച്ചൊരു നുണ പറഞ്ഞു. എന്താണെന്നറിയുമോ? ഇവർക്ക് വേറെ ഏത് ജോലിക്ക് വേണമെങ്കിൽ പോകാമെന്ന്. എങ്ങനെ അരുൺകുമാർ ഇവർ വേറെ ജോലിക്ക് പോകാം? നിങ്ങൾ അത് സർക്കുലർ ഇറക്കിയതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ സർക്കുലർ എല്ലാം കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. എങ്ങനെ അവർ വേറെ ജോലിക്ക് പോകാം? ഇവർക്ക് അവർ പറയുന്ന കണക്കനുസരിച്ച് രാത്രി 10 മണി ആയാലും ഇവർക്ക് കൊടുക്കുന്ന ടാസ്ക് അനുസരിച്ച്, ഇവർക്ക് കൊടുക്കുന്ന വർക്ക് അനുസരിച്ച് ഇവർക്കത് തീർക്കാൻ കഴിയുന്നില്ല. അവർക്ക് നിങ്ങൾ അത്ര കർശനമായ ജോലികൾ കൊടുക്കുമ്പോൾ, മറ്റൊരു സംസ്ഥാനവും കൊടുക്കാത്ത നിലയിലുള്ള പ്രഷർ അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ സംഘടനയുടെ ഒരു പ്രതിനിധി ഇവിടെ കൊണ്ടുവച്ചിരുത്തിയിട്ട് അത് നിങ്ങൾ ന്യായീകരിക്കാൻ ഇരുത്തിയോണ്ട് കാര്യമുണ്ട് അരുൺകുമാർ? കേരളീയ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കല്ലേ? കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നോക്കൂ, ഈ SUCയുടെ പേര് പറഞ്ഞ് ഈ സമരത്തെ അട്ടിമറിക്കാൻ, അല്ലെങ്കിൽ ഈ സമരത്തിന്റെ പിന്തുണ കുറയ്ക്കാനായി നിങ്ങൾ SUC എന്നുള്ള പേര് മാത്രം നിയമസഭയ്ക്കകത്തും പുറത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ നിങ്ങൾ SDP എന്ന് പറയുന്നേ, SDPയുടെ പിന്തുണയുണ്ടെന്ന് അങ്ങോട്ട് പറയേ. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വിജയരാഘവൻ പറഞ്ഞല്ലോ, ഇതെല്ലാ ചാനലുകളിലും നിങ്ങൾ മാർക്ക് ചെയ്ത് വിട്, SDP എന്ന് പറയാം. അപ്പൊ എന്താ, ഞങ്ങൾ BJPയുടെ പിന്തുണ ഇതിന് കുറയുമെന്ന് കരുതിയിട്ടാണോ? നോക്കൂ, ഇതൊരു ജനകീയ സമരമാണ് അസിതെ. നിങ്ങൾ ഇതിനെ തച്ചുടയ്ക്കാൻ നോക്കരുത്. ഇത് വളരെ ഗൗരവമായ വിജയിപ്പിക്കാൻ
ഇവരെ തൊഴിലാളികളായി കേന്ദ്രം പ്രഖ്യാപിച്ചാൽ മതി. അത് ചെയ്യുമോ അല്ല, ഞാൻ എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞല്ലോ, ആശമാരുടെ അത് പ്രശ്നവും ഓരോ തീരും. സംസ്ഥാന സംസ്ഥാനത്ത് സർക്കാരിന് ഇവർക്കുള്ള ഇതിന് താങ്ങും കൊടുക്കാം. വർക്കിലോട് വേറെയാണ്. അല്ല അസിത, ഓരോ സംസ്ഥാനത്ത് ഇവർക്കുള്ള വർക്കിലോട് വേറെയാണ് അസിത. നമ്മൾ എല്ലാത്തിനും കൂട്ടിക്കെട്ടരുത്. നമ്മുടെ കേരളത്തിലെ ഈ ആരോഗ്യമന്ത്രി ഇന്നലെ തന്നെ എന്താ പറഞ്ഞേ, ഇന്ന് എങ്ങോട്ട് പോവുകയെന്നാ പറഞ്ഞേ, ഇന്ന് ക്യൂബയുടെ ശരി, അപ്പോൾ എന്താണ് തൊഴിലാളികളെ പ്രഖ്യാപിക്കാനില്ല? തൊഴിലാളികളെ പ്രഖ്യാപിക്കില്ല എന്നുള്ളതാണല്ലോ ജോമോന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രേമ, രണ്ട് കാര്യങ്ങൾ ജോമോൻ ഉന്നയിച്ചു. രണ്ടും താങ്കളുടെ ശ്രദ്ധയിലുണ്ടാകുമല്ലോ. ഒന്ന്, ഈ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട്, രണ്ട്, നിങ്ങൾക്ക് ഈ കുടിശ്ശിക ഉണ്ടായിരുന്ന തുകയുമായി ബന്ധപ്പെട്ട് അതിലൊരു വ്യക്തത വരുത്തൂ ദയവായി. ഒന്ന്, കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തുകയുടെ കാര്യത്തിൽ 2024 ഒക്ടോബർ 28 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ജോയിൻറ്റ് സെക്രട്ടറി കേരളത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്ത് മറ്റ് ചാനലുകളൊന്നും കാണായിട്ടല്ല, അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ പറയുന്നൊരു വിഷയം, NHM നിഷ്കർഷിക്കുന്ന ബ്രാൻഡിംഗ് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല, അതുകൊണ്ട് 2023 ഫണ്ട് നിങ്ങൾക്ക് ലാപ്സായി പോയിട്ടുണ്ട്, നിങ്ങളുടെ ഫണ്ട് ലാപ്സായി പോയിട്ടുണ്ട്. എന്താണ് ഈ സംഭവം എന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്. ഒന്ന്, കേരളത്തിലെ ഇത്തരം ഹോസ്പിറ്റലുകളെ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്, അതാണ് അതിൻ്റെ പേര്. എന്നാൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് പറയുന്നത്, അവിടെ കാവി കളർ അടിക്കണം, അവർ പറയുന്ന എംബ്ലം ഒക്കെ വെക്കണം, നരേന്ദ്രമോദിയുടെ ബോർഡ് വെക്കണം, ഫോട്ടോ വെച്ചിട്ടുള്ള ബോർഡ് വലുത് വെക്കണം എന്നുള്ളതൊക്കെയാണ്. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് കേരളത്തിന് 2023-24 ഈ പറഞ്ഞ NHM ഫണ്ട് നിഷേധിച്ചത്. അതിൽ 72 കോടി രൂപ ആശാ വർക്കർമാർക്ക് ഇൻസെൻറ്റീവ് തരേണ്ട തുകയാണ്. 10 ലക്ഷത്തോളം തുക 10 കോടിയോളം തുക ആശാ വർക്കർമാർക്ക് ഇൻസെൻറ്റീവ് തരേണ്ടതാണ്. അതിൽ 60% സ്റ്റേറ്റ് ഗവൺമെൻറ്റും 40% കേന്ദ്ര ഗവൺമെൻറ്റും എടുത്താലും 10-70 കോടിയോളം രൂപ ഒരു വർഷം ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് തരേണ്ടതായിരുന്നു. അത് തരാതിരുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് തനതായ ഫണ്ടിൽ നിന്ന് എടുത്തു തരികയാണ് ഉണ്ടായത്. എന്നാലും ആശമാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഈ ഗവൺമെൻറ് ഇടപെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, ഇവർ വാത്തോരാതെ ഇവിടെ BJPയുടെ വക്താവ് പറയുന്നത് കേട്ടു, ഇവർ 4 മാസമായി സമരം തുടങ്ങിയിട്ട്. ശരിക്കും ഈ SUCI എന്ന സംഘടന എന്നാണ് അതിൻ്റെ ഉത്ഭവം എന്നുള്ളത് ഞങ്ങളിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ ഉത്ഭവം എന്ന് പറയുന്നത് ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും കേരളത്തിലെ ആശമാർ എല്ലാ ട്രേഡ് യൂണിയനുകളും സംയുക്തമായി കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളെ സ്ഥിരം തൊഴിലാളികളാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നയിച്ചിട്ടുണ്ട്. അത്തരം സമരങ്ങളിലൊന്നും ഈ SUCIനെ നമ്മൾ കണ്ടിട്ടില്ല. ഞങ്ങൾ തന്നെ ആദ്യമായിട്ട്, ഇപ്പം 17 വർഷത്തോളമായി സംഘടന പ്രവർത്തിക്കുന്നു, ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ ഒക്ടോബർ 20 ഒരു സമരം നയിച്ചിരുന്നു. അതിൻ്റെ അനുരഞ്ജന ചർച്ചയിലേക്ക് ഈ മറ്റ് സംഘടനകളെയൊക്കെ വിളിച്ചിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് SUCIൻ്റെ സംഘടന എന്ന് പറഞ്ഞൊരു പ്രതിനിധികളെ കാണുന്നത്. അപ്പം ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, ഇതുവരെ ഇത്തരം ഒരു വിഭാഗത്തെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം പറഞ്ഞു, ഞങ്ങളോട് നിരന്തരമായി വന്ന് പറയുകയാണ് ഇങ്ങനെയൊരു സംഘടന ഉണ്ട്, അപ്പം അവരെയും കൂടി വിളിക്കണം, ഞങ്ങളെയും കൂടി വിളിക്കണം എല്ലാത്തിനും എന്ന് പറഞ്ഞ് ഇപ്പം അടുത്തയിടെ വന്നതാണ് എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. ഇവർ സമരം തുടങ്ങുന്നത് എപ്പോഴാണ്? ഈ ഫെബ്രുവരി 10 ഇവർ സമരം തുടങ്ങുന്നത്. ഫെബ്രുവരി 6-7 തീയതികളിൽ DHSൻ്റെ മുൻപിൽ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം നടക്കുകയായിരുന്നു. ആ സമരത്തിൽ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത്, ആശാ വർക്കർമാരായി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിച്ചിരുന്നു. ഈ ചെയ്യുന്ന ജോലി തന്നെ വീണ്ടും ചെയ്യിച്ചുകൊണ്ടുള്ള ലെപ്രസീൻ്റെ സർവേ ആണെങ്കിൽ ഒരു പുരുഷ വളണ്ടിയറെ ആശാ വർക്കർ കൂട്ടിയിട്ട് വീടാന്തരം കയറി പുരുഷനെ പുരുഷൻ പരിശോധിക്കുക, സ്ത്രീയെ സ്ത്രീ പരിശോധിക്കുക, എന്നിട്ട് അത് ഫോർമാറ്റിൽ രേഖപ്പെടുത്തുക, ആ വീട് മാർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു സർവേ ഒക്കെ കൊണ്ടുവന്ന സമയത്താണ് അതിശക്തമായിട്ട് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സമരം നയിച്ചിട്ടുള്ളത്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആണ് കുറേ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ ഇറങ്ങി, ഒരു ഉത്തരവിറങ്ങി. ആ ഉത്തരവിൽ പറയുന്നത്, അന്ന് ഞങ്ങൾ ഫെബ്രുവരി 6-7 തീയതികളിൽ ഞങ്ങൾ സമരം നടത്തി. അതിൻ്റെ അനുരഞ്ജന ചർച്ചയിലാണ് ഹോണറേറിയത്തിൻ്റെ നിബന്ധന എടുത്തു മാറ്റണമെന്നുള്ള തീരുമാനം വന്നിട്ടുള്ളത്. ആ തീരുമാനത്തിൻ്റെ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം
ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ തന്നെ ഇവർ 4 മാസമായി സമരം ചെയ്യുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി മുതൽ തുടങ്ങിയ സമരമാണ് 4 മാസമായി സമരം ചെയ്യുന്നു എന്ന് പറയുന്ന BJPയുടെ വക്താവ് ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടേ സംസാരിക്കാൻ ആകാവൂ എന്നുള്ളതാണ് എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിച്ചില്ല, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചില്ല, നിങ്ങൾക്ക് അവസരം കിട്ടിയല്ലോ, ആ സമയത്താണ് നിങ്ങൾ പറയേണ്ടത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മറ്റൊന്ന് പറയുന്നത്, ഈ 62 വയസ്സ് പ്രായപരിധി ആരാണ് നിശ്ചയിച്ചിട്ടുള്ളത്? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ? ഇടതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഇങ്ങനെ ഒരു സർക്കുലർ വരുമോ? ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല 62 വയസ്സ് തീരുമാനിച്ചിട്ടുള്ളത്. 62 വയസ്സിൻ്റെ പ്രായപരിധി വെച്ച് ആശാ വർക്കർമാരെ പ്രായപരിധി നിശ്ചയിക്കണം എന്നുള്ള സർക്കുലർ കേരളത്തിൽ വന്ന സമയത്ത് കേരളത്തിൽ ഇത് നടപ്പാക്കാൻ നോക്കി. ഹോസ്പിറ്റലുകളിൽ നിന്ന് ഞങ്ങൾക്കറിയാൻ സാധിച്ചു, ഇങ്ങനൊരു സർക്കുലർ വന്നിട്ടുണ്ട്, നിങ്ങളുടെ 62 വയസ്സ് കഴിഞ്ഞവരുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ഹോസ്പിറ്റലിൽ വരണം എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ ഉടനടി ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടു, സംസാരിച്ചു, ഒരു യോഗം വിളിച്ചു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വെച്ച് ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഞങ്ങൾ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത്, ഇത് ഇങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. ഇത്രയും കാലം നല്ല ആരോഗ്യമുള്ള സമയത്ത് ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച് അവസാനം പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒന്നും തരാതെ ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ല. അതുപോലെ പിന്നീട് ഒരു പെൻഷനെങ്കിലും ഞങ്ങൾക്ക് വേണം. ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ എന്താ പറയുക, അനുഭാവത്തോടെയാണ് ആ ചർച്ച കേട്ടതും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇങ്ങനെ ഇവരെ പറഞ്ഞയക്കാൻ വേണ്ടി പറ്റുമോ? ഇങ്ങനെ പറഞ്ഞയക്കാൻ വേണ്ടി സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടും DHSുമായിട്ടും ചർച്ച നടത്തി എവിടുന്ന് ഇവർക്ക് പിരിഞ്ഞു പോകുമ്പം ഒരു തുക നൽകാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് പരിശോധിച്ച് ഒരു തീരുമാനമെടുത്തതിന് ശേഷം ഈ സർക്കുലർ താഴോട്ട് ഇറക്കാൻ പാടുള്ളൂ. ഇതിപ്പം ഇറക്കിയത് മരവിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇവരുടെ സമരം വന്നതിന് ശേഷം, ഇവരുടെ സമരം ആരംഭിക്കുന്നതിന് മുൻപോ അല്ല ഇതുണ്ടായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ജോലിയുടെ ഭാരം പറയുന്നു. ജോലിയുടെ ഭാരത്തിൻ്റെ കാര്യം പറയുമ്പം ആരാണ് ഈ ജോലി ഭാരം ഏൽപ്പിക്കുന്നത്? ഇപ്പം BJPയുടെ വക്താവ് പറഞ്ഞു, ഞാനൊരു അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതുകൊണ്ട് മറ്റ് സ്റ്റേറ്റിലെ വിവരങ്ങൾ കൃത്യമായിട്ട് എനിക്ക് അറിയാം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്, ഈ സംഘടനയുടെ ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ മറ്റുള്ള സ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ അതിനനുസരിച്ച് ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പം ഇവിടെ വന്നൊരു ചർച്ച എന്ന് പറയുന്നത്, ഇവിടെ മാത്രമാണ് ജോലിഭാരം കൂടുന്നത്, കേരളത്തിൽ മാത്രമാണ്, കേരള ഗവൺമെൻറ്റാണ് ഈ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ള രൂപത്തിലാണ്. ഈ സർവേകളൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? ശൈലി അപ്പം ആരുടെ സർവേയാണ്? ഈ ലെപ്രസി ആരുടെ സർവേയാണ്? ഇപ്പം പൾസ് പോളിയോ വരുന്നുണ്ട്, വെറും 75 രൂപയാണ് ഒരു ദിവസം തരുന്നത്. അങ്ങനെ 75 രൂപ ഭക്ഷണത്തിന് പോലും തികയാത്ത 75 രൂപ രാവിലെ മുതൽ വൈകിട്ട് വരെ 3 ദിവസം വീടാന്തരം കയറേണ്ടത്, അതോടൊപ്പം തന്നെ ഒരു ദിവസം പൾസ് പോളിയോ കേന്ദ്രത്തിൽ ഇരിക്കേണ്ടത്, ഇതിന് 75 രൂപയാണ് തരുന്നത്. എന്താണ് ഇങ്ങനെ കേന്ദ്ര സർക്കാർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത തെറ്റ്? ആശാ വർക്കർമാർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെങ്ങനെ ശിക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഒക്കെ കേരളം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് കേരളത്തിനെ അടിച്ചേൽപ്പിക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ BJPയുടെ വക്താവോട് ചോദിക്കാനുള്ളത്, ഒന്ന് ഗുജറാത്തിൽ 2000 ഇപ്പം ഹോണറേറിയം നൽകുന്നത്. എന്തേ നിങ്ങൾ മിനിമം വേതനം കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ എന്തേ നിങ്ങൾ ഗുജറാത്തിലെ ഗവൺമെൻറ് അത് ചെയ്യാൻ തയ്യാറാകാത്തത്? ബീഹാറിൽ 3000 രൂപയാണ് നിങ്ങൾ ഹോണറേറിയം നൽകുന്നത്. ബീഹാറിൽ നിങ്ങളല്ലേ ഭരിക്കുന്നത്, എന്തേ നിങ്ങൾ അതിന് തയ്യാറാകാത്തത്? ഇങ്ങനെ താഴോട്ട് ചോദിക്കുകയാണെങ്കിൽ 6100 രൂപയാണ് ഹരിയാനയിൽ കൊടുക്കുന്നത്, എന്തേ നിങ്ങൾ മിനിമം വേതനത്തിലേക്ക് എത്താത്തത്? ഇങ്ങനെ ഒരു അർത്ഥവും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ നമ്മളുടെ ആവശ്യം എന്താണ്? ആശാ വർക്കർമാർക്ക് വേതനം കിട്ടണം. നിങ്ങളിപ്പം പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്
പ്രകടന പത്രികയിൽ വെച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രകടന പത്രികയിൽ വെച്ചിട്ടുണ്ട്, അത് നിറവേറ്റുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇത്രയും അനുകൂല അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത്. വേറെ എത്ര സ്റ്റേറ്റിൽ ഉത്സവ പത്ത കിട്ടുന്നുണ്ട്? BJPയുടെ വക്താവ് അത് പരിശോധിച്ചിട്ടുണ്ടോ? ഈ കേരളത്തിൽ ആശാ വർക്കർമാർ നിലവിൽ വന്ന് ആ വർഷം തന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉത്സവ പത്ത തരാൻ വേണ്ടി തയ്യാറായി. അതേസമയം ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന 2005-ലായിരുന്നു ഇവിടെ ആശമാരെ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. ആ സമയത്ത് ഇവിടെ ആശമാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നീട് വന്ന LDF ഗവൺമെന്റാണ് ആശമാരെ തെരഞ്ഞെടുത്തത്.